കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരം മാനിക്കാതെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാനുള്ള ക്ഷേത്ര കലശ കമ്മിറ്റിയുടെ നീക്കത്തിൽ ഹൈക്കോടതി നിരീക്ഷണം ചർച്ചയാകുന്നു. കലശ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ശ്രീകോവിൽ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ്. കമ്മിറ്റി ആ പരിധി മറികടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണം എന്നായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ നോമ്പുതുറ സംഗമവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. CPM-ന് സ്വാധീനമുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികൾ നേരത്തെയും വിവാദമായിരുന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രേഷ്മ ബാബുവും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ചേരുന്നു. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, എന്തായാലും ഈ വിഷയത്തിൽ കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരം മാനിക്കാതെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാനുള്ള വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ചർച്ചയാകുകയാണ്. അതായത് ഇവിടെ ഭക്തരുടെ വികാരം വ്രണപ്പെടരുത്, ഹനിക്കപ്പെടരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? 2007 ജൂൺ മാസം മലബാർ ദേവസ്വം കമ്മീഷൻ ഇറക്കിയ സർക്കുലർ പ്രകാരം ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വിവിധ കമ്മിറ്റികൾ, അവയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഏതെങ്കിലും തരത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടാൽ ആ ക്ഷേത്രത്തിലെ ഉത്സവം, അതോടൊപ്പം തന്നെ ഈ കൊടിമരം സ്ഥാപിക്കൽ, മറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമേ ഈ കമ്മിറ്റികൾക്ക് ചുമതലയുള്ളൂ. അതാണ് അവരുടെ പ്രവർത്തന പരിധി. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മലബാർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രം മൃദംഗശൈലേശ്വരി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും വ്യക്തമാക്കിയത്. തുടർന്നാണ് ഹൈക്കോടതി ഈ നോമ്പുതുറ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി തീർപ്പാക്കിക്കൊണ്ട് സുപ്രധാന നിരീക്ഷണം നടത്തിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രസ്തുത ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയെങ്കിലും കൃത്യമായിട്ട് അടിവരയിട്ട് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പോർക്കലി കലശ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാനിരുന്നത്. അതായത് ഇന്ന് വൈകുന്നേരം 6 മണി മുതലാണ് ഈ നോമ്പുതുറ സംഗമം സംഘടിപ്പിക്കുവാനിരുന്നത്. അതിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു മലബാർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് അക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ചില കാര്യങ്ങൾ നിർദ്ദേശം എന്നുള്ള രീതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പോർക്കലി ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തന പരിധി എന്ന് മലബാർ ദേവസ്വവും എക്സിക്യൂട്ടീവ് ഓഫീസറും പറഞ്ഞിട്ടുള്ളത് കൊടിമരം സ്ഥാപിക്കൽ, അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, അതിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് പ്രവർത്തന പരിധി. അതിന് പരിമിതി ഉണ്ട്. ഈ ഒരു പ്രവർത്തന പരിധിയിലേക്കാണ് പോർക്കലി കലശ കമ്മിറ്റിയുടെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കലശ കമ്മിറ്റിയുടെ പ്രവർത്തന പരിധി അത് മറികടക്കരുത് എന്നുള്ളത് മലബാർ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതായത് നിലവിൽ ഈ പോർക്കലി കമ്മിറ്റി, അതായത് കലശ കമ്മിറ്റിയാണ് നോമ്പുതുറ സംഗമം സംഘടിപ്പിക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ പറയുന്ന കമ്മിറ്റിയുടെ പ്രവർത്തന പരിധി മറികടന്നാണ് എന്നുള്ളത് വ്യക്തമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ ഈ പ്രസ്തുത കമ്മിറ്റി നടത്തേണ്ടതില്ല എന്നാണ് പരോക്ഷമായിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണോ, കൊടിമരം സ്ഥാപിക്കൽ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഇതടക്കമുള്ള ചുമതലയാണ് പോർക്കലി ക്ഷേത്ര കമ്മിറ്റിക്കുള്ളത് അല്ലെങ്കിൽ കലശ കമ്മിറ്റിക്കുള്ളത്. അതുമാത്രം ചെയ്താൽ മതി. മറ്റ് സമൂഹ നോമ്പുതുറയോ മറ്റ് ഇഫ്താർ സംഗമോ ഒന്നും തന്നെ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കേണ്ടതല്ല. അതിനുള്ള ഉത്തരവാദിത്വമൊന്നും അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചുമതലയൊന്നും ഈ പറയുന്ന കലശ കമ്മിറ്റിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരവിൽ ഹൈക്കോടതി പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ളത് കലശ കമ്മിറ്റിക്ക് മലബാർ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തന പരിധി അത് മറികടക്കുവാൻ പാടുള്ളതല്ല, അത് മറികടക്കുന്നില്ല എന്ന് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറും ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ഹൈക്കോടതി പ്രസ്തുത ഹർജി തീർപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതായത് വിവിധ ക്ഷേത്ര കമ്മിറ്റികൾ ഏതെങ്കിലും ഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള, അതായത് ഈ സർക്കുലർ ഒക്കെ പ്രകാരം എന്ന് പറയുന്നത് ക്ഷേത്രം ഏത് വിധത്തിൽ പരിപാലിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ അത് പ്രതിദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് വിവിധ ദേവസ്വം ബോർഡുകൾ അതാത് കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സർക്കുലറുകൾ ഇറക്കുന്നത്. അത് മാത്രവുമല്ല,
ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങളുമുണ്ട്. അതനുസരിച്ചുമാണ് ഇത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റികൾ ഏത് വിധത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചട്ടം പരിഷ്കരിച്ചിരിക്കുന്നത്. അത് മാത്രമാണ് ആ പ്രവർത്തന പരിധി മറികടന്നുകൊണ്ടുള്ള രീതികളോ പ്രവർത്തനങ്ങളോ പാടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി ഈ ഉത്തരവിലൂടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ നോമ്പുതുറ സംഗമത്തിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ള ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ആ നിലപാട് അത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള മറ്റ് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ പ്രസ്തുത കമ്മിറ്റി ഏർപ്പെടുകയാണെങ്കിൽ അത് തടയുവാനായിട്ടുള്ള എല്ലാത്തരം നടപടികളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. രോഹിണി. ശരി രേഷ്മ. മിഥുൻ പിള്ള കൂടി ചേരുന്നു. മിഥുൻ, ഹൈക്കോടതിയുടെ പരാമർശം നമ്മൾ കണ്ടു കഴിഞ്ഞു. കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ നോമ്പുതുറ സംഗമവുമായി ബന്ധപ്പെട്ട് ഇനി ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തികളാണ് വിലയിരുത്തേണ്ടത്. എന്തായാലും ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ തന്നെ ഇതിനെതിരെ പരാമർശം നടത്തിയതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ നോമ്പുതുറ സംഗമം ഏത് രീതിയിലായിരിക്കും? അതായത് പരിധികൾ മറികടക്കാതെ തന്നെ ആയിരിക്കുമോ ഉണ്ടാകേണ്ടത്? രോഹിണി, നമുക്കറിയാം, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ പരിധി ലംഘിച്ചുകൊണ്ടാണ് ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ പോർക്കലി കലശ കമ്മിറ്റി ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ഈ പോസ്റ്റർ, അതായത് ഇങ്ങനെയൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള അനുമതി ഈ എക്സിക്യൂട്ടീവ് ഓഫീസറോ ക്ഷേത്ര ഭാരവാഹികളോ നൽകിയിട്ടുണ്ടോ എന്ന് അറിയാനായി നമ്മൾ നിരന്തരം അവരെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്നാൽ അവർ ആ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ആ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ ആളുകളുടെ ഒന്നും ഫോൺ എടുക്കാൻ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, CPM വളരെ സ്വാധീനമുള്ളൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. CPM-കാരായ ആളുകളാണ് ഭരണസമിതിയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഇത്തരത്തിൽ വിശ്വാസികളുടെ ഒരു വിശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം ഇത്തരം മറ്റു മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു വളരെ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഹൈക്കോടതി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം ഈ കലശ കമ്മിറ്റി പരിധികൾ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അതേസമയം ഓഫീസർ കൊടുത്തിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഞങ്ങളോട് ഇക്കാര്യത്തിൽ അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ്. ഏതായാലും ഇന്ന് പരിപാടി അവിടെ നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലും കൂടിയാണ് ഈ നോമ്പുതുറയുടെ പരിപാടികൾ നടക്കുക. എന്തായാലും ഈ ഒരു പരിപാടി ഇന്ന് നടക്കുമോ എന്നുള്ളത് അറിയില്ല. കോടതിയിൽ അവർ ബോധിപ്പിച്ച പ്രകാരം ഇന്ന് പരിപാടി നടക്കാൻ പാടില്ലാത്തതാണ്. ഏതായാലും 6 മണിക്ക് ആ പരിപാടി നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. രോഹിണി. അതെ, ശരി മിഥുൻ. കണ്ണൂർ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ഭക്തരുടെ വികാരം മാനിക്കാതെയുള്ള സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കാനുള്ള ക്ഷേത്ര കലശ കമ്മിറ്റിയുടെ നീക്കത്തിലുള്ള ഹൈക്കോടതി നിരീക്ഷണമാണ് ചർച്ചയാകുന്നത്. പരിധി ലംഘിക്കരുത് എന്ന് തന്നെയാണ് ഹൈക്കോടതി പരാമർശം.